നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഞാൻ വിഷ്ണു അടൂർ. വാർത്തകളിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാക്കാണ് പെഗാസസ്. എന്താണ് പെഗാസസ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ലോകത്തിൽ ഇന്ന് ലഭ്യമായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്പൈവെയർ ആണ് പെഗാസസ്. അതായത് ഒരു ചാര സോഫ്റ്റ്വെയർ ആണ് പെഗാസസ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ തന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകർ, പ്രതിപക്ഷ നേതാക്കന്മാർ, കേന്ദ്രമന്ത്രിമാർ, വ്യവസായികൾ, സാമൂഹ്യ പ്രവർത്തകർ, അങ്ങനെ പ്രധാനപ്പെട്ട ഒട്ടനവധി ആളുകളുടെ മൊബൈൽ ഫോൺ ഡേറ്റയാണ് പെഗാസസ് ചോർത്തിയതായിട്ട് ഇപ്പോൾ ആരോപണം വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് എന്താണ് പെഗാസസ് എന്ന് നോക്കാം. ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്പൈവെയർ ആണ് ഈ പറയുന്ന പെഗാസസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്പൈവെയർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാളുടെ സമ്മതമില്ലാതെ ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള ഡേറ്റകൾ ചോർത്തിയെടുത്ത് മറ്റൊരാൾക്ക് നൽകുന്ന സോഫ്റ്റ്വെയറുകളെയാണ് നമ്മൾ സ്പൈവെയർ എന്ന് പറയുന്നത്. ഇസ്രയേൽ ആസ്ഥാനമായ NSO ഗ്രൂപ്പിൻ്റെ ഒരു ചാര സോഫ്റ്റ്വെയർ ആണ് ഈ പറയുന്ന പെഗാസസ്. 2016 ഈ ഒരു സോഫ്റ്റ്വെയർ വികസിപ്പിച്ചത്. NSO ഗ്രൂപ്പ് അവകാശപ്പെടുന്ന അനുസരിച്ച് ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഏജൻസികൾക്കോ മാത്രമാണ് ഈ സോഫ്റ്റ്വെയർ അവർ വിൽക്കുന്നത്. ഏതാണ്ട് 50 കോടിക്ക് മുകളിലാണ് ഈ സോഫ്റ്റ്വെയറിൻ്റെ ചിലവ്. മറ്റുള്ള സ്പൈവെയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് പെഗാസസ് കൂടുതൽ ഡേഞ്ചറസ് ആവുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരാളുടെ ഫോണിൽ പെഗാസസ് എത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെ ഡേറ്റകളാണ് പെഗാസസ് ചോർത്തുന്നതെന്ന് നമുക്ക് നോക്കാം. ആപ്പിള്, ആൻഡ്രോയിഡ്, ബ്ലാക്ക്ബെറി അങ്ങനെ എല്ലാ പ്ലാറ്റ്ഫോമുകളിലും പെഗാസസ് പ്രവർത്തിക്കുന്നുണ്ട്. അതായത് ഈ പ്ലാറ്റ്ഫോമുകളുടെ എല്ലാം സെക്യൂരിറ്റിയെ ഓവർകം ചെയ്തുകൊണ്ട് അതിൽ പ്രവർത്തിക്കുവാനുള്ള ഒരു കഴിവ് പെഗാസസിനുണ്ട്. പെഗാസസ് വഴി ഒരാളുടെ ഫോൺ കോളിൻ്റെ ഡേറ്റകൾ ശേഖരിക്കുവാൻ സാധിക്കും. അത് ഇന്നയാളെ വിളിച്ചു എന്നുള്ളതല്ല, അവർ തമ്മിലുള്ള സംഭാഷണമടക്കമുള്ള കാര്യങ്ങൾ ചോർത്തുവാൻ സാധിക്കും. SMS-കളും ഇമെയിലുകളും ചോർത്തുവാൻ സാധിക്കും. വാട്സപ്പ് സന്ദേശങ്ങൾ ചോർത്തുവാൻ സാധിക്കുന്നു. മൊബൈൽ ഫോണിൽ എടുത്ത് സേവ് ചെയ്തിട്ടുള്ള ഫോട്ടോകളും വീഡിയോകളും അങ്ങനെയുള്ള എല്ലാ ഡോക്യുമെന്റുകളും അത് ഉപയോഗിച്ച് ചോർത്തുവാൻ സാധിക്കുന്നു. GPS ലൊക്കേഷൻ അതുപയോഗിച്ച് ചോർത്തുവാൻ സാധിക്കുന്നു. പെഗാസസിനെ വളരെ ഡേഞ്ചറസ് ആക്കുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മൊബൈൽ ഫോണിൻ്റെ ക്യാമറയും മൈക്രോഫോണും അതിന് ഉപയോഗിക്കുവാൻ സാധിക്കുന്നു. അതായത് നമ്മുടെ കൈവശം ഇരിക്കുന്ന ഫോണിൻ്റെ ക്യാമറയിലുള്ള വിഷ്വൽസും മൈക്രോഫോണിൽ നിന്ന് ലഭിക്കുന്ന ശബ്ദവും ഒരു ഹാക്കറിന് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ആക്സസ് ചെയ്യുവാൻ സാധിക്കുന്നു. എത്രമാത്രം അപകടം നിറഞ്ഞൊരു സോഫ്റ്റ്വെയർ ആണ് പെഗാസസ് എന്ന് ഇതിൽ കൂടുതൽ പറയേണ്ട ആവശ്യകതയില്ല. അപ്പോൾ ഈ പറയുന്ന പെഗാസസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട്, അഥവാ സ്പൈവെയർ ഉപയോഗിച്ചുകൊണ്ട് ഹാക്കർമാർക്ക് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലേക്ക് നുഴഞ്ഞു കയറുവാൻ സാധിക്കുന്നു. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് പെഗാസസ് എന്ന് പറയുന്നത്. ഇപ്പം നിലവിൽ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ചുകൊണ്ട് വളരെ അനായാസം ഒരു ഫോണിലേക്ക് പെഗാസസിന് കടക്കുവാൻ സാധിക്കുന്നു. ചിലപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് വരുന്ന ഒരു ലിങ്ക്, അത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ലിങ്കിനോടൊപ്പം തന്നെ പെഗാസസും നമ്മുടെ ഫോണിലേക്ക് എത്തുന്നു. അല്ലെങ്കിൽ വാട്സപ്പ് പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിലേക്ക് ഒരു മിസ് കോൾ നൽകിക്കൊണ്ടോ അല്ലെങ്കിൽ കോൾ ചെയ്തുകൊണ്ടോ പെഗാസസിനെ ഇൻസ്റ്റാൾ ചെയ്യുവാൻ സാധിക്കുന്നു. SMS-ലൂടെ ഒരു ലിങ്ക് അയച്ചുകൊണ്ട് പെഗാസസിനെ ഇൻസ്റ്റാൾ ചെയ്യുവാൻ സാധിക്കുന്നു. ഏതെങ്കിലും വെബ്സൈറ്റിൻ്റെ സഹായത്തോടു കൂടി പെഗാസസിനെ ഇൻസ്റ്റാൾ ചെയ്യുവാൻ സാധിക്കുന്നു. അങ്ങനെ ഒട്ടനവധി ലളിതമായ മാർഗ്ഗങ്ങളിലൂടെ പെഗാസസ് ലക്ഷ്യം വെക്കുന്ന വ്യക്തിയുടെ ഫോണിലേക്ക് എത്തുന്നു. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുവാൻ വേണ്ടി എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക.